പ്രളയബാധിതരായ വ്യാപാരികൾക്ക് 10,000 രൂപ ധനസഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് അസോസിയേഷൻ മുക്തകണ്ഠം പ്രശംസിച്ചു. വരുംകാലങ്ങളിൽ നഷ്ടപരിഹാര തുക കൂടുതൽ അനുവദിക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ചെറുകിട വ്യാപാരികളെ ചേർത്ത് പിടിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കടകളിൽ കയറിയിറങ്ങി വിലകയറ്റവും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനായി എന്ന് പറഞ്ഞുകൊണ്ട് കടകൾ പരിശോധിക്കുന്നത് നിർത്തിവെക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ചെറുകിട വ്യാപാരികളെ പാക്ക് ചെയ്ത സാധനങ്ങൾ വിൽക്കുന്നത് MRP റേറ്റ് പ്രകാരവും അതിൽ താഴെയും മാത്രമാണ്. ഇത്തരത്തിൽ വിൽപ്പന നടത്തുമ്പോൾ എങ്ങനെയാണ് വ്യാപാരികൾ വിലക്കയറ്റം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. കൂടാതെ മാവേലി സ്റ്റോറിലും നീതി സ്റ്റോറിലും വൻകിട മാളുകളിൽ നിന്നും ഓൺലൈനിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമ്പോൾ ചെറുകിട വ്യാപാരികൾ എന്തിന് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്തണമെന്ന് പ്രസിഡന്റ് ചോദിച്ചു. കൃത്യമായി GST നിയമപ്രകാരം എഴുതുന്ന വ്യാപാരികൾ ഒരിക്കലും കരിഞ്ചന്ത നടത്താനോ പൂഴ്ത്തിവെപ്പ് നടത്താനോ ശ്രമിക്കില്ലെന്ന് പ്രസിഡന്റ് അജിത് മല്ലയ്യ അറിയിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി PN ഗോപൻ സ്വാഗതം ആശംസിച്ചു. യോഗം അധ്യക്ഷത പ്രസിഡന്റ് അജിത് മല്ലയ്യ നിർവഹിച്ചു. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇന്ന് അസോസിയേഷനിൽ എത്തിയിരിക്കുന്നത്. ആ ത്യാഗങ്ങൾക്കൊക്കെ തന്നെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചെറുകിട വ്യാപാരികൾ റെയ്ഡ് നടത്തിക്കോ നമുക്ക് പഠിക്കേണ്ടതൊക്കെ നോക്കാനാണ്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല പറയുന്നത്. പക്ഷേ പത്രത്തിൽ വന്ന ഒരു കാര്യം നമ്മളൊരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം പൂഴ്ത്തിവെപ്പും തടയുക എന്ന ഉദ്ദേശം കൊണ്ട് റെയ്ഡ് നടത്തുന്നു. വിലക്കയറ്റം, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് ഈ 3 നടത്തുന്നു എന്നുള്ളതാണ് അവര് അവകാശപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, എങ്ങനെ നമുക്ക് വിലക്കയറ്റം നടത്തും? ഈ ഇരിക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് എങ്ങനെ വിലക്കയറ്റം? യോഗത്തിൽ അബ്ദുൽ സലാം PS, ഷംസുദ്ദീൻ CA, എൽദോ പോൾ, KK അബ്ദുൽ ലത്തീഫ്, VV ഫ്രാൻസിക്, K ജയകുമാർ, പ്രശാന്ത് മേനോൻ, പ്രശാന്ത് മല്ലയ്യ, CR പോൾ, ഷിജു തലക്കോടൻ, അബ്ദുൽ ഗഫൂർ, ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.